ജന്മന മങ്ങിയ കണ്ണുകളുമായാണ് അയാൾ ജനിക്കുന്നത്. പതിയെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും ഇല്ലാതെയായി. തൻ്റെ പ്രായക്കാരുടെ കളിയൊച്ചകൾ മുഴുവൻ കളിമുറ്റങ്ങളിൽ നിന്ന് കേൾക്കുമ്പോഴൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ ആ കുട്ടി തനിച്ചിരുന്നു. കുടുംബക്കാരും അതിഥികളും മറ്റുള്ളവരൊക്കെ വരുമ്പോൾ ഉമ്മ പതിയെ അവനെ റൂമിൻ്റെ ഉള്ളിലാക്കിയിട്ട് വാതിലടക്കും. കാഴ്ച പരിമിതനായൊരു കുട്ടിയുണ്ട് എന്നത് അപമാനമായി അവർ വിചാരിച്ചു. വളരെ തൊട്ടടുത്തിരുന്ന് പിന്നീട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനൊക്കെയായി മാറിയ മനുഷ്യനിത് പറയുമ്പോൾ ഉള്ളിൽ തേങ്ങുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും കാഴ്ച പരിമിതരുമായി പീസ് റേഡിയോ കുറേയധികം ഇൻ്റർവ്യൂകൾ നടത്തി. അവർക്ക് പറയാനുള്ളത് സമൂഹം കേൾക്കട്ടെ, അവരുടെ ആവശ്യങ്ങൾ സമൂഹം അറിയട്ടെ, അവരും ഈ സമൂഹത്തിൽ പൂർണ്ണ മനുഷ്യരായി ജീവിക്കട്ടെ. വടിയിലൂന്നി നടന്നു നീങ്ങുന്നൊരു മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ കാണാത്ത കണ്ണിൻ്റെ സ്ഥാനത്തൊരു കണ്ണായി ഞാൻ മാറണമെന്ന ചിന്തയാണ് ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ കൊടുക്കാൻ ശ്രമിച്ചത്. നിരന്തരമായ തുടർച്ചയായ കുറേ എപ്പിസോഡുകളിൽ കുറേ മനുഷ്യരുമായി സംസാരിക്കാൻ പറ്റി. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് സമൂഹത്തിലെ ഓരോ ചെറുതും വലുതുമായ പ്രശ്നങ്ങളെയും കാണുകയും അപഗ്രഥിക്കുകയും ഒരുപക്ഷെ ബിഗ് ബ്രേക്കിങ്ങിൻ്റെ ആരവങ്ങൾ കിട്ടില്ലെങ്കിലും മനുഷ്യ മനസ്സുകളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഇത്തരം ശ്രമങ്ങൾ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. പീസ് റേഡിയോക്കും അതിൻ്റെ ഫയലുകൾ പിന്നീട് അപ്ലോഡ് ചെയ്യപ്പെടുന്ന ജമീലിനും അതിൻ്റെ വീഡിയോ പ്ലാറ്റ്ഫോമിനെ ഏറ്റവും ശരിയായ വിധം കൊണ്ടു നടക്കുന്ന മീഡിയ സ്കൂളിനുമൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ മനസ്സും ബുദ്ധിയും കഴിവും പ്രാർത്ഥനയും ഒക്കെയാണ് വേണ്ടത്. അതോടൊപ്പം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന നാണയത്തുട്ടുകൾ, വലിയ പൈസ തന്നെ തരണമെന്ന് നമ്മൾ പറയുന്നില്ല. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത് എന്താണോ അത് ഈ സംവിധാനങ്ങളെ സഹായിക്കുക. പ്രത്യേകിച്ച് റമളാനാണ്. റമളാനിൽ അതിന് വലിയ സാധ്യതകളുണ്ട്. ആ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ വെക്കണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായും ഞാൻ അഭ്യർത്ഥിക്കുന്നു.